അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആത്മീയ ചികിത്സ അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണം ചെയ്യുന്നതാണ്. അത് വിശ്വാസമില്ലാത്തവർക്ക് അതിൻ്റെ പിറകിൽ പോയിട്ട് കാര്യമില്ല. വിശ്വാസമുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആത്മീയ ചികിത്സ എന്ന് പറയുന്നത് അത് വലിയ ഫലം ചെയ്യുന്ന സംഭവമാണ്. കാരണം അതിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും പ്രത്യേകമായിട്ടുള്ള ഒരു അനുഗ്രഹം ഏത് പ്രതിസന്ധിയിലാകുന്ന സമയത്തും അനുഗ്രഹം ലഭിക്കുമെന്നുള്ള ഒരു ചിന്തയുള്ള ഒരു വിശ്വാസി, അത് ഏത് മതത്തിൽപ്പെട്ടവനായിക്കോട്ടെ, ആ ഒരു വിശ്വാസം ഉള്ള ആളുകൾക്ക് ഈ ആത്മീയ ചികിത്സ ഫലം ചെയ്യും. അപ്പോൾ ആത്മീയ ചികിത്സ എങ്ങനെ ഫലം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭൗതിക ചികിത്സകൾ നടത്തണ്ട എന്നുള്ളതല്ല. അത് നടത്തുന്നതോടുകൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ആത്മീയ ചികിത്സയുമായി ബന്ധപ്പെടുമ്പോൾ ഈ ഭൗതികമായിട്ടുള്ള ചികിത്സക്ക് മൂർച്ച കൂടും. കാരണം മരുന്ന് ശരീരത്തിൽ ഏൽക്കും, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പ്രയാസങ്ങൾ പെട്ടെന്ന് മാറും. അതേപോലെ തന്നെ മനസ്സും ഇതിലൊരു ഘടകമാണ്. മനസ്സ് ഈ ഇതുമായിട്ട്, അതാണ് വിശ്വാസം. ഏതൊരു ഡോക്ടർ ചികിത്സിക്കുകയാണെങ്കിലും ആ ഡോക്ടറെ നമുക്ക് എന്ത് വേണം, വിശ്വാസം വേണം. വിശ്വാസം ഉണ്ടാകുമ്പോൾ മാത്രമേ ആ ഡോക്ടർ തരുന്ന മരുന്ന് നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ അസുഖം മാറാനുള്ള ഒരു ശിഫയായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. അതിനെന്ത് വേണം, ആ ഡോക്ടറെ നമ്മൾ വിശ്വസിക്കണം, ആ ഡോക്ടർ തരുന്ന മരുന്നിനെ നമ്മൾ വിശ്വസിക്കണം. അതോടുകൂടി തന്നെ ആത്മീയപരമായിട്ടുള്ളൊരു വിശ്വാസം കൂടി ഇതിനുള്ളിൽ വേണം. എനിക്ക് എന്ത് രോഗം ഉണ്ടെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്, അതിനുള്ള ശിഫയായിട്ട് അല്ലാഹു തആല നിയമിച്ചതാണ് ഈ മരുന്നിനെ എന്നുള്ള ആ ഒരു വിശ്വാസം ക്രമപ്പെടുത്തലാണ് ആത്മീയത കൊണ്ടുള്ള ഉദ്ദേശം. വിശ്വാസത്തെ ക്രമപ്പെടുത്തുമ്പോഴാണ് ആത്മീയത ശരിയാവുക. അതില്ലാതെ ആത്മീയമായിട്ടുള്ള രൂപത്തിൽ, മറ്റുള്ള രൂപത്തിൽ ആയിട്ട് കാര്യമില്ല. ആത്മീയത ക്രമപ്പെടുത്തണം. നമ്മുടെ വിശ്വാസം ഒരു നിലക്കും പിഴച്ചു പോകാത്ത വിശ്വാസം, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാ വിഷയങ്ങളും ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് നൽകുന്നത് എന്നുള്ള വിശ്വാസം. അതാണ് ആ വിശ്വാസം മുറുകെ പിടിക്കുകയും അതേപോലെ തന്നെ ആ ഒരു വിശ്വാസത്തോടു കൂടി ജീവിതം ക്രമപ്പെടുത്തുകയും ചെയ്യുന്നൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് വലിയ ഗുണം ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. എല്ലാവിധ പ്രതിസന്ധി പ്രയാസങ്ങളെ തൊട്ടും റബ്ബ് തആല നമുക്ക് ആശ്വാസവും സമാധാനവും ശിഫയും നൽകുമാറാവട്ടെ എന്ന് ഓരോരുത്തരും ദിവസവും പല പ്രാവശ്യം അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അങ്ങനെ ദുആ ചെയ്യുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.